നമസ്തേ. എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെയധികം ഫോക്കസ്ഡ് എനർജിയുള്ള, വളരെ സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പവറുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് ഇതിൽ കടന്നു വന്നിരിക്കുന്നത്. ഇന്നലെ അവർ എസ്റ്റർഡേ വളരെയധികം കൺഫ്യൂസ്ഡ് എനർജിയിലായിരുന്നു. അവർക്കൊരു ശരിതെറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ അവർക്ക് വിലയിടാൻ പറ്റാത്ത വിധം അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടാണ് അവർ നിന്നത്. എന്താണ് ചെയ്യേണ്ടത്, ചെയ്യുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിലൂടെ അവർ കടന്നുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വളരെയധികം നിരാശ അവർ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിയോഗവും കൂടി ഈ ഒരു ടൈമിൽ സംഭവിച്ചതായിട്ട് കാണുന്നു. അവർ ചിലപ്പോൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച ഒരു വ്യക്തിയുടെ വിയോഗത്തെയും അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ അവർ ഫ്യൂച്ചർ ഫോക്കസിങ് ചെയ്തതെല്ലാം അവർക്ക് നെഗറ്റീവ് എനർജി ആയിട്ടാണ് നിൽക്കുന്നത്. അവർക്കൊരു ഫ്യൂച്ചർ ലൈഫ് സിറ്റുവേഷൻ അവരുടെ മുന്നിൽ ഇപ്പോഴില്ല എന്നുള്ളത് അവരെ വളരെയധികം വേദനിപ്പിക്കുന്നു. അവർക്ക് വളരെയധികം കുറ്റബോധം, അവരുടെ മനസാക്ഷി അവരോട് ചോദ്യം ചെയ്യുന്ന ഒരു എനർജിയിലൂടെയാണ് ഇന്നലെ അവർ കടന്നുപോയത്. ശരിക്കും പറഞ്ഞാൽ പൊട്ടി കരഞ്ഞ ഒരു എനർജി തന്നെയാണെന്ന് പറയാം. ഹൃദയം പൊട്ടി കരഞ്ഞ ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് എസ്റ്റർഡേ ഉണ്ടായതെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കുറ്റബോധം കൊണ്ടാണെങ്കിലും അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർ വളരെയധികം വളരെയധികം സ്ട്രോങ് ആയിട്ട് എടുത്ത പല തീരുമാനങ്ങളും പല പ്രവൃത്തികളും വളരെ ശക്തമാകുന്ന തെറ്റാണെന്നും അവർക്ക് ചുറ്റുമുള്ളവർക്ക് അത് പെയിൻഫുള്ളായ ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നതുമെല്ലാം അവർക്ക് വളരെയധികം കുറ്റബോധം തോന്നുകയും നിരാശയിലൂടെ കടന്നുപോയി, ഉറക്കം നഷ്ടപ്പെട്ട എനർജിയിലൂടെ കടന്നുപോയി. ചിലരെയൊക്കെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ചില അപവാദങ്ങൾ വരെ കേൾക്കേണ്ടി വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം, ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിട്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. എന്താണെങ്കിലും അവർ വളരെയധികം ആഗ്രഹിക്കുന്നു ഒരു മാറ്റം, ഒന്നേന്നൊരു തുടക്കം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു കെട്ടുറപ്പുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ അവർക്ക് വേണം. ഫാമിലി വേണം, മക്കൾ വേണം, പേരൻസിൻ്റെ എല്ലാം എനർജിയെ പൂർണ്ണമായും കണക്ട് ചെയ്യണം എന്നവർ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ അവരുടെ ആ ഒരു പ്രണയം അവർ നഷ്ടപ്പെടുത്തി, അവർ മാറ്റി നിർത്തിയ ആ ഒരു ഇമോഷൻസിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം എന്ന് ശക്തമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ അവരുടെ ടൈം അത്രത്തോളം മോശമാകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാവാം. അവർക്കൊരു ഭയത്തെയാണ് അതിജീവിക്കുന്നവർ. അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആകുന്ന ഒരു എനർജി, നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിലൂടെ തന്നെ കടന്നു പോകേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. അതായത് ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ പെട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാട്ടോ. അവർ പുറമേ ഏത് രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നുവോ, മറ്റുള്ളവരോട് പെരുമാറുന്നുവോ ആ ഒരു പേഴ്സൺ അല്ല അവരുടെ ഉള്ളുകൊണ്ട്. അവരുടെ സോൾ ഒരു ബന്ധനത്തിലാണ്. അവർ വളരെയധികം വേദനിക്കുകയും സ്റ്റക്കായ എനർജിയിൽ നിൽക്കുകയും വളരെ നിരാശയും സങ്കടവും അനുഭവിക്കുന്ന ഒരു പേഴ്സണായിട്ട് തന്നെയാണ് നമുക്ക്